കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂവിന്ന് അന്നേ നിൻ പേര് പതുക്കനെ മൂളിപ്പോയെന്ന് പെണ്ണെ നിന്നുള്ളിലിരിപ്പിവനെങ്ങനറിഞ്ഞെന്ന് പിന്നെ ചെറുമുന്തിരി പോലവൾ ചോന്നു തുടുത്തന്ന് കിനാവിന്റെ കാന്താരിപ്പൂ എരിഞ്ഞേറണ് കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂവിന്ന് അന്നേ നിൻ പേര് പതുക്കനെ മൂളിപ്പോയെന്ന് അഡ്മിഷൻ ശരിയാക്കും മാംഗ്ലൂരേക്ക് പോയ സമയത്താണ് ഫസ്റ്റായിട്ട് കാണുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്യണമല്ലോ, കണക്ട് ചെയ്യാൻ പറ്റുക എന്താണെന്നൊരു ഐഡിയ ഇങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് ഇവളെ ഗ്യാങ്ങിലുള്ള കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് കമ്പനിയാണ്. അങ്ങനെ ഇൻസ്റ്റ ഐ ഡി ഒപ്പിച്ച് ഇൻസ്റ്റ ഐ ഡിന്ന് റിക്വസ്റ്റ് കൊടുത്തിട്ടൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഡിലീറ്റ് ചെയ്യും, വീണ്ടും റിക്വസ്റ്റ് കൊടുക്കും. അങ്ങനെ ലാസ്റ്റ് എന്തോ ഭാഗ്യത്തിന് അക്സെപ്റ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് കമ്പനിയായി. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് എവിടെയാണ് എൻ്റെ ആള്, എനിക്കുള്ള ആള് എവിടെ അല്ലേ. പക്ഷെ പഠിച്ചോൻ്റെ ടൈമായപ്പോൾ ആളിൻ്റെ മുന്നിലെത്തി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫസ്റ്റ് എനിക്ക് ഓർമ്മ ഇപ്പോൾ വന്നിട്ട് എന്താ പറഞ്ഞത്, ഇങ്ങനെ ഇവിടെ പിക്ചർ അയച്ചാൽ എന്നിട്ട് പറഞ്ഞു ഇതിനകത്ത് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കുന്ന സമയത്ത് ഷി വാസ് വെരി ക്യൂട്ട് ടു സീ, ടു ബി ഓണസ്റ്റ്. നല്ല മൊഞ്ചുള്ള ഒരു മഞ്ചൽ. മാംഗ്ലൂർ ഫോറം മാളിൽ വെച്ചിട്ട് ഫസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യും. കോയിൻസിഡൻസ് എന്ന് വേണേൽ പറയാം. നമ്മൾ ഒരേ കളറ് കോസ്റ്റ്യൂമായിരുന്നു, യെല്ലോ. അത് കണ്ട് നമ്മൾ കൈ പിടിച്ച് ഞങ്ങളൊരു നടത്തം നടന്നിട്ടുണ്ട്. ആ നടത്തത്തിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയാം, ഒരു കണക്ഷൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും കാണുന്ന സമയമെല്ലാം നമ്മൾ പറയലൊന്നുമില്ല, പക്ഷേ സെയിം കളർ ആയിരിക്കും. ശരിക്കും എനിക്ക് മനസ്സിലാവുന്നത് ഇത് ഇവന്റെ അസ്ഥിക്ക് പിടിച്ചിരിക്കുക, ഇവൻ വിടൂല ഈ സാധനം. അങ്ങനെ ബ്യൂട്ടിഫുള്ളി ഇറ്റ് ഹാപ്പൻഡ്. എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അവർ പറഞ്ഞ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് ആ കല്യാണം ഉണ്ടാവുള്ളൂ. ഐ തിങ്ക് ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ ചൊറിയാൻ തുടങ്ങി. ഇത്താത്ത ഓക്ക് അങ്ങനെ കഴിക്കണം, ഓക്കെ ഒരിക്കല്ല ഓക്ക് ആക്ച്വലി അടിച്ചു. ഇവിടെ ഇങ്ങനെ എൻ്റെ അനിയൻ ഇഷ്ടപ്പെട്ട लब लब से तो मुस्कुरा दिया, लब लब से तो गुनगुना दिया. പ്ലാനിങ് ഈച്ച് ആൻഡ് എവറി ഡേ, ഈച്ച് ആൻഡ് എവറി കോസ്റ്റ്യൂം എങ്ങനെ ആയിരിക്കണം, ടച്ച് വുഡ് ബി ലൈക്ക് ദിസ്, യു വുഡ് ബി ലൈക്ക് ദിസ് ആൻഡ് ഓൾ ദോസ് സ്റ്റഫ്സ്. അങ്ങനെ നമ്മളെ ഹൽദി ഡേ തുടങ്ങി. പ്രപ്പോസൽസ് വരുന്ന ടൈമായിരുന്നു. അപ്പോൾ എന്തായാലും ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഇഷ്ടം എനിക്ക് നോക്കണം, അതെനിക്ക് മസ്റ്റായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇബുനോട് പറഞ്ഞു, ഇബു നമുക്ക് വീട്ടിൽ പറയാം. ചിത്രവട്ടം എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചില്ല.
रब रब से दुआ किया सदा हर पल मेरे साथ रे शिजा ഉപ്പ പറഞ്ഞ നമുക്ക് ഇഷ്ടമാണ് നമുക്ക് നോക്കാം ആലോചിക്കാന്ന് പറഞ്ഞു. ഉമ്മയും നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ ഇപ്പം തന്നെ ഫോട്ടോസ് എടുത്ത് കാക്കും സിസ്റ്റേഴ്സിനൊക്കെ കാണിച്ചു കൊടുത്ത്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ നമുക്ക് എന്നാൽ മുന്നോട്ട് നോക്കാമെന്ന് പറഞ്ഞ്. പിന്നെ നിക്കായിൻ്റെ അന്ന് രാവിലെ പ്യാപ്പിളായിട്ട് ഇവനെ ഇറങ്ങുമ്പോൾ മൈ ഗോഡ് की लकीरें ये दिल को यूं छुआ कैसा ये सुरूर है ये गुर्बत यूं मखलूक है कैसा 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 ये सुरूर है ये गुर्बत यूं मखलूक कैसा ये सुरूर है ये गुर्बत यूं मखलूक है कैसा 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 ये सुरूर है ये गुर्बत यूं मखलूक ഇപ്പോൾ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ ഒരേപോലെ തന്നെ. അപ്പം ആ രണ്ടാളും ഒന്നിച്ചുള്ളൊരു ഫ്രെയിം എന്ന് പറയുന്നതിൻ്റെ ഒരു ഫ്രെയിമായിരുന്നു. രണ്ടാളും ഒരു ഫ്രെയിമിൻ്റെ രണ്ട് ലോകം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു ഫ്രെയിം കാണാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ്. കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഉള്ള എനിക്കിങ്ങനെ ഗൂസ് ബംസ് വരികയായിരുന്നു സത്യം പറയാ വെച്ചാൽ. അത് കണ്ട് എന്നിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ടും എല്ലാവരും ഇങ്ങനെ അപ്പുറം ഇപ്പുറം പൊരുത്തം കൊടുക്കുന്ന സമയത്തും ഞാൻ ഇവനെ തന്നെയാണ് നോക്കുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ടെൻഷൻ, ഇറ്റ്സ് അബൌട്ട് ഓൾ അബൌട്ട് ദ ഇമോഷണൽ എഫെക്ഷൻ വാട്ട് ഐ എം ഹാവിങ് വിത്ത് ഹിം. कैसे कहूँ ये दिल जो तुम पे आया है तुम बिन रहूं पर तुम सा ना कोई आया है नखरे दिखाए मैं मनाऊं साजना यूं मुस्कुराए क्यों सताए साजना हम तो तुम्हारे हैं तुम्हारे साजना पर जानो तुम ये किस तरह मेरा दिल पीतल सा जाने जा ये फरमा क्या मैं तेरे जावा तेरे नाल मेरा दिल पीतल सा जाने जा ये फरमा क्या मैं तेरे जावा तेरे नाल सजना वे चैन भी तो लुटिया हुए कि चैन भी तो लुटिया हुए सजना वे अब तुमसे क्या कहूँ क्या लफ्ज मैं चुनूं कभी पूछो तो सही तेरी हर अदा को भूल नखरे दिखाए मैं मनाऊं साजना यूं मुस्कुराए क्यों सताए साजना हम तो तुम्हारे हैं तुम्हारे साजना पर जानो तुम ये किस तरह मेरा दिल पीतल सा जाने जा ये फरमा क्या मैं तेरे जावा तेरे नाल मेरा दिल पीतल सा जाने जा ये फरमा क्या मैं तेरे जावा तेरे नाल मेरा दिल पीतल सा जाने जा ये फरमा क्या मैं तेरे जावा तेरे नाल मेरा दिल पीतल सा जाने जा ये फरमा क्या मैं तेरे जावा तेरे नाल എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? കുറെ കാലമായിട്ട് പ്രിപ്പയർ ചെയ്ത മാരേജ് നമ്മൾ അടിച്ചു വിളിച്ചു.
ആ അങ്ങനെ ഇവക്കും ഒരു പെണ്ണിനെ കിട്ടി കോഴിക്കോട്. നമുക്കെല്ലാം എവിടെ നിന്ന് ഇടയ്ക്ക് പറയാം ഇവിടെ ആൾക്കാരുണ്ട് തീരുമാനിക്കും.